أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952771447. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com. MP അബ്ദുസമദ് സമദാനിയുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും MP3, VCD, DVD എന്നീ ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളുടെ റെക്കോർഡിംഗ്, നിർമ്മാണം, വിതരണം തുടങ്ങിയവയ്ക്കുള്ള സമസ്ത അവകാശങ്ങളും മാനവം ഓഡിയോ വിഷ്വൽസിൽ നിക്ഷിപ്തമാണ്. അനധികൃതമായി അവ പകർത്തുന്നതും വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണ്. ദേശത്തും വിദേശത്തുമുള്ളവർ ഇതൊരു അറിയിപ്പായി പരിഗണിക്കേണ്ടതാകുന്നു. ഇത് മതപ്രസംഗമല്ല. പ്രഭാഷകൻ മതപണ്ഡിതനോ ഉസ്താദോ അല്ല. ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം, സംസ്കാരം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്ന പൊതുവിജ്ഞാനമാണ് ഇതിന്റെ ഉള്ളടക്കം. മനുഷ്യനും മാനുഷികമായതെന്തും ചർച്ച ചെയ്യപ്പെടുന്ന കേവലം പ്രഭാഷണമാണിത്. പ്രവാചക പ്രകീർത്തനമാണിതിലെ മുഖ്യ പ്രമേയം. എവിടെയും ഏതുതരം വേദിയിലും മുഴങ്ങേണ്ടതാകുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിത ചർച്ചകൾ. ജീവിതത്തിന്റെ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബാധ്യതയാകുന്നു വിശ്വാചാര്യൻ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ് മാനവികതയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാഷണം MP അബ്ദുസമദ് സമദാനി. إلهي 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 وخلاقي إلهي 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 وخلاقي إلهي وخلاقي وحرزي وموئلي إليك لدى الإعسار واليسر أفزع إلهي لئن جلت وجمت خطيئتي فاعفوك عن ذنبي. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അനുഗ്രഹീതമായ ഈ മാസത്തിൽ, സ്നേഹമസൃണമായ സന്ദർഭത്തിൽ, വിശുദ്ധമായ രാത്രിയിൽ, പരിശുദ്ധമായ സദസ്സിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം പോലെ നാം സമ്മേളിച്ചിരിക്കുന്നു. സമ്മേളിച്ചു എന്നതിനേക്കാൾ പ്രധാനം നാം എന്തിനു വേണ്ടി സമ്മേളിച്ചുവെന്നുള്ളതാണ്.
ലോകനായകന്റെ ഓർമ്മകളിൽ വിശ്വഗുരുവിന്റെ അവദാനങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വശാന്തിക്കായുള്ള നമ്മുടെ തേട്ടത്തിന്റെ മധ്യേ നാം സമ്മേളിച്ചിരിക്കുന്നു. നമ്മുടെ പൂർവീകരുടെ പാദങ്ങൾ പതിഞ്ഞു കിടക്കുന്ന ദുബായ് പട്ടണത്തിന്റെ ഹൃദയത്തിൽ കഷ്ടപ്പാടുകളുടെ പരിഹാരത്തിനായി ലോഞ്ച് കയറി വന്ന പുരാതന മലയാളികളുടെ ഓർമ്മകളിൽ ഉപജീവനത്തിന്റെ രണ്ടറ്റങ്ങളെ ബന്ധിപ്പിക്കുവാൻ പാടുപെട്ട നമ്മുടെ പൂർവസൂരികളുടെ സ്മൃതികളിൽ മറ്റൊരു മലയാളക്കര സൃഷ്ടിക്കപ്പെട്ട ദുബായ് പട്ടണത്തിന്റെ നെഞ്ചകത്തിൽ അത്ഭുതമേ ഈ സന്ദർഭം, അത്ഭുതമേ ഈ മുഹൂർത്തം. ദുബായ് ഗവൺമെന്റിന്റെ ആതിഥ്യത്തിൽ KMCCയുടെ സകലമാന സന്നാഹങ്ങളോടെ ഏറ്റവും വലിയ ഈ പ്രവാസി പ്രസ്ഥാനത്തിന്റെ തണലിൽ നാം സമ്മേളിച്ചിരിക്കുന്നു. കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടകറ്റുന്നതിന് വേണ്ടി, ലോകമാസകലം മാനവരാശി തേടുന്ന നന്മകളെ ഉണർത്തുന്നതിന് വേണ്ടി, നമ്മുടെ ചുറ്റുവട്ടത്ത് കട്ടപിടിച്ചു വരുന്ന കൂരിരുട്ടിനെ വിഭാടനം ചെയ്യുന്നതിന് വേണ്ടി, ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധകാരത്തെ നിർമാർജനം ചെയ്യുന്നതിന് ഒരു കൊച്ചു വിളക്കെങ്കിലും കത്തിച്ചു വെക്കുന്നതിന് വേണ്ടി, അതിനു മുമ്പ് സ്വന്തം നെഞ്ചകത്തിൽ ഒരു ദീപം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ സമ്പത്തിന്റെ ഇരയായി അതിന്റെ ഉപകരണവുമായി എവിടെ നോക്കിയാലും ആർഭാടത്തിന്റെ പൊങ്ങച്ചങ്ങൾ, അതിനിടയിൽ മനുഷ്യത്വത്തെ തിരയുന്നതിന് വേണ്ടി, പട്ടാപ്പകൽ മനുഷ്യനെ കാണുന്നതിന് വേണ്ടി വിളക്ക് കത്തിച്ചു ഓടി നടന്ന ഗ്രീക്ക് ചിന്തകൻ ഡയോജനീസിനെ ഓർത്തുകൊണ്ട് മനുഷ്യനെ തിരയാൻ ഇന്ന് പകൽ വെട്ടത്തിൽ വിളക്ക് വെക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം വിശ്വപ്രവാചകനെ സ്മരിക്കുകയാണ്, വിശ്വവിമോചകനെ ഓർക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പ്രഭാഷണത്തിന്റെ സദസ്സല്ല, സ്നേഹത്തിന്റെ സംഗമമാണ്. പുണ്യ റസൂലിന്റെ സ്നേഹത്തിന്റെ സംഗമമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ബഈം പേരി രഹയത്രിബ് ഗുരിഫ്തം നവാഖാസ് സറൂർ ആശികാന ബൈം പേരി രഹയസ്രിബ് ഗുരിഫ്തം നവാഖാസ് സറൂർ ആശികാന. അല്ലാമ ഇഖ്ബാലിന്റെ വരികളാണ്. പരിശുദ്ധ റസൂലിനെ സ്നേഹിച്ച് ആ സ്നേഹത്തെ ഇതിഹാസമാക്കിയ 20-ാം നൂറ്റാണ്ടിന്റെ ദാർശനിക മഹാകവിയുടെ വാക്കുകളോടെ ഞാൻ ഈ മഹാസദസ്സിലേക്ക് എൻ്റെ സഹോദരങ്ങളോടൊപ്പം പ്രവേശിച്ചു കൊള്ളട്ടെ. അല്ലാമ ഇഖ്ബാലിന്റെ സ്മൃതിപഥങ്ങളിൽ നൂറ്റാണ്ടിന്റെ മഹാകവി, നൂറ്റാണ്ടിന്റെ മഹാദാർശനികൻ, ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവനകളിൽ അദ്വിതീയമേ ഡോക്ടർ സർ മുഹമ്മദ് ഇഖ്ബാൽ ബഈം പീരീരഹ് യസ്രിബ് ഗുരിഫ്തം നവാഖാസ് സറൂർ ആശികാന. എൻ്റെ ഹൃദയം സ്നേഹത്തോടുകൂടി മദീന പട്ടണത്തെ ഓർക്കുകയാണ്. യസ്രിബ് നഗരിയിലേക്ക് എൻ്റെ ഹൃദയം ഗമിക്കുകയാണ്. ബഈം പീരി രഹ് യസ്രിബ് ഗുരിഫ്തം നവാഖാസ് സുറൂർ ആശികാന. യസ്രിബ് പട്ടണത്തെ എൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇഖ്ബാൽ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ എഴുതിയതാണ് ഈ വാക്കുകൾ. 63 വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വട പറയുന്നത്. പുണ്യ റസൂലിന്റെ പ്രായത്തിലേറെ എന്നെ ജീവിപ്പിക്കല്ലേ എന്ന് അദ്ദേഹം നിരന്തരം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർന്നത് ലോകം കണ്ടു. 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പരിശുദ്ധ റസൂലിൻ്റെ ആയുസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട ചോദിച്ചു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വാർദ്ധക്യമായിരിക്കുന്നു. എൻ്റെ വാർദ്ധക്യത്തിൽ യസ്രിബ് പട്ടണത്തിലേക്ക് എൻ്റെ ഹൃദയം മോഹത്തോടെ ചായുകയാണ്. ചുവാമുറുകി കദർ സഹറാ സർശാം കശായദ് പർ ബിഫിക്രെ ആശിയാന. വൈകുന്നേരമാകുമ്പോൾ പക്ഷി അതിൻ്റെ കൂട്ടിലേക്ക് പറക്കാൻ ചിറകടിക്കുന്ന പോലെ എൻ്റെ പ്രായാധിക്യത്തിൽ ഞാൻ മദീനയിലേക്ക് പോകാൻ മോഹിക്കുകയാണ്. സന്ധ്യയായാൽ പക്ഷിക്ക് ഒരേ ഒരാഗ്രഹം, ഇനി കൂടണയണം, ഇനി വിശ്രമിക്കാൻ നേരമായി, ഇനി സമാധാനത്തോടെ എനിക്കെൻ്റെ സ്വന്തം സ്ഥാനത്തിലണയണം, എനിക്കെൻ്റെ സ്വന്തം വാസസ്ഥാനത്തണയണം, എനിക്കെൻ്റെ സ്വന്തം ഗൃഹത്തിൽ ചെന്ന് ചേരണം. ഏതാണ് വിശ്വാസി നിന്റെ ഗൃഹം? നിന്റെ കേളി ഗൃഹമേതാണ്? നിന്റെ ഗർഭഗൃഹമേതാണ്? നിന്റെ വാസസ്ഥാനമേതാണ്? നിന്റെ സമാധാനത്തോടെ മാടി വിളിക്കുന്ന ഒരേ ഒരു വാസസ്ഥാനം പീരി രഹ്യസ്രിബ് ഗുരിഫ്തം നവാഖാസ് സറൂറ ആശിഖാന. സ്നേഹത്തോടു കൂടി എൻ്റെ ഹൃദയം യസ്രിബ് പട്ടണം മദീന നഗരിയെ ഓർക്കുകയാണ്. പുണ്യ റസൂലിൻ്റെ ഓർമ്മകളിൽ സമ്മേളിക്കുന്ന ഒരു സദസ്സിനേക്കാൾ മഹത്തരമായി ആകാശത്തിന് താഴെ ഒരു സദസ്സില്ല. ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയങ്ങളെ വശീകരിക്കാൻ, ആത്മാവിനെ ത്രസിപ്പിക്കാൻ, ആദർശത്തെ തീവ്രമാക്കാൻ, മനുഷ്യത്വത്തെ തപ്തമാക്കാൻ, ദീപ്തമാക്കാൻ, മാനവരാശിയുടെ രോഗങ്ങൾക്ക് ഒരേ ഒരു സിദ്ധൌഷധം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഈ ലോകത്തെ നയിക്കുന്ന അതിൻ്റെ നിയന്താവായ സർവശക്തനായ അല്ലാഹുവിൻ്റെ ആരാധനകൾ പാലിച്ചുകൊണ്ട് നാം സമ്മേളിച്ചിരിക്കുകയാണ്. ലോകം കൂടുതൽ കൂടുതൽ ഭൗതിക പ്രമത്തമാകുമ്പോ, അവനവന്റെ സ്വത്വം നഷ്ടപ്പെടുമ്പോ, സ്വന്തം മാതാവിനെ നഷ്ടപ്പെടുമ്പോ, കേരള നാട്ടിൽ കുഞ്ഞുമക്കൾക്ക് പോലും ഗതിയില്ലാതെ വരുമ്പോ ഒന്ന് ചിന്തിക്കണം, എവിടെയാണ് പിഴച്ചതെന്ന്. ഓമന മക്കൾ വേട്ടയാടപ്പെടുന്ന നാടായി പ്രബുദ്ധ കേരളം എങ്ങനെ മാറിപ്പോയെന്ന്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകൾ, പിഞ്ചോമനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നാടായി കൊച്ചു കേരളം എങ്ങനെ മാറിയെന്ന് ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 4 വയസ്സുള്ള കുഞ്ഞിനും ഗതിയില്ല, 5 വയസ്സുള്ള കുഞ്ഞിനും ഗതിയില്ല. തെരുവിൽ വേട്ടയാടപ്പെടുന്ന പെൺകുട്ടി അവസാനം അഭയത്തിന് വേണ്ടി സ്വന്തം വീടണഞ്ഞാൽ, രക്തബന്ധുക്കളിൽ നിന്ന് സ്വന്തം മാനം കാക്കാൻ പാതിരാത്രിയും അവൾ വിളക്ക് കത്തിച്ചു വെക്കേണ്ട നാടേ കേരളം. രക്തബന്ധുക്കളാകുന്ന ശത്രുക്കളിൽ നിന്ന് മാനം കാക്കാൻ പാവപ്പെട്ട പെൺകൊടി, നീ പാതിരാത്രിയും നിന്റെ മാനത്തിന്റെ ദീപം കത്തിച്ചു വെക്കണം. അങ്ങനെ ഒരു നാടായി കേരളം മാറുമ്പോ ഒന്നോർക്കണം, എവിടെയാണ് പിഴച്ചതെന്ന്. പണം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഓർക്കാൻ സമയമായി. സമ്പത്ത് പരിഹാരമല്ല. നീ സമ്പത്തിന്റെ ഉപകരണമോ ഉപാധിയോ എരയോ. ആഗോളവൽക്കരണം മനുഷ്യനെ സമ്പത്തിന്റെ ഇരയാക്കി, ചിലപ്പോൾ അതിൻ്റെ ഉപകരണവുമാക്കി, ചിലപ്പോൾ അതിൻ്റെ ഉപാധിയുമാക്കി. പണത്തിൻ്റെ മീതപ്പറക്കും പരുന്തില്ലെന്ന മലയാളത്തിലെ പഴമൊഴി അവൻ യാഥാർത്ഥ്യമാക്കി. ആർഭാടങ്ങളായി, പൊങ്ങച്ചങ്ങളായി, സംസ്കാരത്തെ മണ്ണിലിട്ട് ചവിട്ടുന്ന ദുരന്തങ്ങളായി. അതിൻ്റെയൊക്കെ ഫലമായി പാവപ്പെട്ടവർ വേട്ടയാടപ്പെടുമ്പോ, ദുർബലരും അവശരും സമൂഹത്തിൽ ജീവിതം നിഷേധിക്കപ്പെടുമ്പോ, ബയാം പീരി രഹ്യസ്രിബ് ഗുരിഫ്തം, എൻ്റെ ഹൃദയം മദീന നഗരിയെ മോഹിക്കുകയാണ്. ഒരിക്കൽ പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സദസ്സിലേക്ക് കയറി വന്നുകൊണ്ടൊരാൾ പറഞ്ഞു, ദൈവദൂതരെ, ഞാൻ എൻ്റെ 2-3 പെൺകുട്ടികളെ കുഴിച്ചു മൂടി കൊന്നവനാണ്. ഒടുക്കത്തെ കുട്ടിയെയും ഞാൻ കൊന്നു. അതോർക്കുമ്പോൾ എനിക്ക് എൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വിശ്വാസിയാകുന്നതിനു മുമ്പ്, അങ്ങയുടെ സവിധത്തിൽ അണയുന്നതിനു മുമ്പ്, അങ്ങയുടെ വിളിക്കുത്തരം നൽകുന്നതിനു മുമ്പ്, അങ്ങ് ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്ന മഹത്തായ സന്ദേശം എന്റെ നെഞ്ചിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് ഞാൻ സംസ്കാരശൂന്യമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ എൻ്റെ 2-3 പെൺമക്കളെ കുഴിച്ചു മൂടി. ഒടുക്കത്തെ കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ അവളെ ആദ്യം ഞാൻ എൻ്റെ കൈകൊണ്ട് കുളിപ്പിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് പലഹാരങ്ങൾ കൊടുത്തു. അവളെ നല്ല ഉടുപ്പിട്ടുകൊണ്ട് ഞാൻ പിന്നാലെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ തന്നെ കുഴി കുഴിക്കുമ്പോ, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ തൂമ്പ കൊണ്ട് കിളക്കുമ്പോ എൻ്റെ താടിയിലേക്ക് മൺതരികൾ വന്ന് വീണപ്പോ ഞാൻ കുഴിച്ചു മൂടാൻ പോകുന്ന എൻ്റെ പാവം പെൺകൊടി ബാപ്പാ എന്ന് പറഞ്ഞെൻ്റെ താടിയിൽ നിന്ന് മണൽത്തരികൾ തട്ടിത്തന്നതുപോലും ഞാൻ ഓർക്കുന്നു. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പരിശുദ്ധ റസൂലിന്റെ സദസ്സിൽ വന്നുകൊണ്ടാണ് ഈ സങ്കടം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പക്ഷേ ഞാൻ അവളെ ഭൂമിയിൽ വെച്ചേക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ കുഞ്ഞിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. പക്ഷെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയ, ഒരു പെൺകുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണോ? കൊല്ലാൻ സമയമായില്ലേ? ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയി എൻ്റെ കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ ഞാൻ കൊണ്ടുപോയി. കുഴിയിലേക്ക് അവളെ താഴ്ത്തുമ്പോ ബാപ്പാ ബാപ്പാ എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് കരഞ്ഞപ്പോ അവൾ കരയാതിരിക്കാൻ അവളുടെ വായിലേക്ക് ഞാൻ മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അവളെ നിശബ്ദയാക്കി. അല്ലാഹുവിൻ്റെ റസൂലേ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, പുണ്യ റസൂല് ബോധം കെട്ട് തളർന്നു വീണു. അതാണ് മാനവികതയുടെ പ്രവാചകൻ. കേൾക്കാൻ പോലും കരുത്തില്ലാതെ, കാരുണ്യക്കടലേ മുഹമ്മദ് മുസ്തഫ, നീതിയുടെ മുഖവുരയേ മുഹമ്മദ് മുസ്തഫ, വിശ്വനന്മയുടെ ഏറ്റവും വലിയ തിരയോട്ടമേ മുഹമ്മദ് മുസ്തഫ, ആകാശ നന്മ പോലെ മുഹമ്മദ് മുസ്തഫ, ഭൂമിയുടെ വിശാലത പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൽ 3000 ഭ്രൂണഹത്യയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത്. അതിനോട് ചേർത്ത് വെച്ചിട്ട് വായിക്കണം. പെൺ ഭ്രൂണഹത്യ, ഫീമെയിൽ ഫൊയറ്റിസൈഡ് 3000. മനുഷ്യൻ മുന്നോട്ടാണോ യാത്ര ചെയ്യുന്നത്, അതോ അവൻ പിറകോട്ടാണോ ഗമിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട സന്ധിയിൽ നാം എത്തി നിൽക്കുകയാണ്. മനുഷ്യന്റെ സംസ്കാരം പുരോഗമിക്കുകയാണോ, അതോ അവൻ അധോഗതിയെ താണ്ടുകയാണോ? ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നവരൊക്കെ മെല്ലെ മെല്ലെ ആയുധം വെച്ച് കീഴടങ്ങാൻ നിർബന്ധിതമാകുന്ന ഒരു ചരിത്രസന്ധിയിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. കാരണം ദൈവനിഷേധം എവിടെ എത്തിച്ചു? ദൈവമില്ല, ആത്മാവില്ല, മരണാനന്തര ജീവിതവുമില്ല. പണം മതി, ഈ ലോകം മതി, ഇവിടെ കാണുന്നത് മതി, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മതി. ദൃശ്യപ്രപഞ്ചത്തിനപ്പുറത്തുള്ള ഒരു അദൃശ്യ പ്രപഞ്ചത്തെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കാൻ വന്നു ദൈവദൂതരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എല്ലാവരും സത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പ്രപഞ്ചം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടാവായ അല്ലാഹു, ദൈവം പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസിഊൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നാം പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ വലിയ ഗവേഷണം നടത്തി സൂപ്പർനോവയെ പറ്റി. സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ സൂപ്പർനോവയെ പറ്റി പഠിച്ചവർ പറഞ്ഞു, ലോകം വികസിക്കുകയാണ്, പ്രപഞ്ചം നിൽക്കുന്നില്ല, പ്രപഞ്ചം ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഡാർക്ക് എനർജി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട് എന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തി. തമോ ഊർജം. എന്താണ് ഈ ഡാർക്ക് എനർജി? ദ്രവ്യത്തിന് മാത്രമല്ല ഊർജം, ശൂന്യസ്ഥലത്തിനും ഊർജമുണ്ട് എന്ന് സയൻസ് കണ്ടെത്തി. ശൂന്യതക്കും ഊർജമുണ്ട്. ഒന്നുമില്ലാത്തതാണ് ശൂന്യത, അതിനുണ്ട് എനർജി. അത്ഭുതം. എന്തെങ്കിലും വസ്തുവിന് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ശൂന്യതക്ക് എനർജിയോ? ഈ തമോ ഊർജം പ്രപഞ്ചത്തിന്റെ വികാസത്തെ സഹായിക്കുന്നു എന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ആന്റണി ഫ്ലൂ എന്ന ലോകപ്രശസ്ത നിരീശ്വരവാദി അടുത്ത കാലത്തൊരു പുസ്തകം എഴുതി. ലോകപ്രശസ്ത ദൈവനിഷേധി ആന്റണി ഫ്ലൂ. ഒരുപാട് കാലം അദ്ദേഹം ദർ ഇസ് നോ ഗോഡ്, ദർ ഇസ് നോ ഗോഡ്, ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകം മലയാളത്തിൽ വരെ പരിഭാഷകളുണ്ട്. അവസാനം എഴുതിയ പുസ്തകത്തിൻ്റെ കവറ് കാണുമ്പോൾ തന്നെ അതിശയിച്ചു പോകും. ദർ ഇസ് നോ ഗോഡ്. അദ്ദേഹം അതുവരെ പറഞ്ഞു തന്നെയാണ് ഹെഡിങ് കൊടുത്ത്. പക്ഷെ നോൻ്റെ സ്ഥാനത്ത് വെട്ടി എ എന്നെഴുതി. ദർ ഈസ് എ ഗോഡ്, ദർ ഈസ് നോ ഗോഡ് എന്ന് പറഞ്ഞ ആന്റണി ഫ്ലൂ അവസാനം എഴുതിയ പുസ്തകത്തിൽ നോ വെട്ടി എ, ദർ ഈസ് എ ഗോഡ്, ദൈവമുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ട് ലോകപ്രശസ്ത നിരീശ്വരവാദികൾ ദൈവത്തെ കണ്ടറിയാൻ മുന്നോട്ട് വരുമ്പോൾ സൃഷ്ടാവിൻ്റെ ഏകത്വത്തെ വാഴ്ത്താൻ ലോകത്ത് ശാസ്ത്രസിദ്ധികൾ കണ്ടെത്തേണ്ടി വരുമ്പോൾ പരിശുദ്ധ റസൂലിൻ്റെ പ്രവചനങ്ങളാണ് പുലർന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവചനങ്ങൾ ഓർത്തുകൊണ്ട് നാം സമ്മേളിച്ചിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളിൽ കാരുണ്യം തിരയടിക്കുന്ന നേരമാണിത്. സ്നേഹം മലയടിക്കുന്ന നേരമാണിത്. ജിസ് തരഹ് മൗജ് മചൽതി ഹൈ സഫീനെ കെ ലിയേ, जिस तरह मौज मचलती है सफीने के लिए, उसी तरह दिल बेताब तड़पती है मदीने के लिए. കടലിന്റെ തിരമാലകൾ കപ്പലിന് വേണ്ടി എങ്ങനെയാണോ അലമുറയിട്ടടിക്കുന്നത്, അങ്ങനെ ഹൃദയത്തിലെ തിരമാലകൾ മദീനക്ക് വേണ്ടി അലയിട്ടടിക്കുകയാണ്. ഈ കവി വാഴ്ത്തപ്പെടട്ടെ. ജിസ് തറഹ് മൗജ് മചൽതി ഹൈ സഫീനെ കെ ലിയേ, ഉസീ തറഹ് ദിൽ ബേതാബ് തടപ്തി ഹൈ മദീനെ കെ ലിയേ. അസ്വസ്ഥമായ ഹൃദയത്തിലെ തിരമാലകൾ മദീനക്ക് വേണ്ടി അലയിട്ടടിക്കുകയാണ്. ആവേശമാണ് ദുബായിലെ ഈ പ്രശാന്തമായ സദസ്സ്. ഞാൻ നിങ്ങളെ മാറോട് ചേർക്കാനാണ് ഈ രാത്രി വന്ന് നിൽക്കുന്നത്, നിങ്ങളോട് പ്രസംഗിക്കാനല്ല. മാറോട് ചേർക്കാൻ, പുണ്യനബിയുടെ പാദരക്ഷയുടെ ചുവട്ടിലെ മന്ദരികളാകാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് നക്ഷത്രങ്ങളെക്കാൾ ഉന്നതമാണ് ആ മന്ദരികൾ. പരിശുദ്ധ റസൂൽ ചവിട്ടുന്ന മന്ദരികളാകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയാണ് എൻ്റെ പ്രസംഗം, അതിനു വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന, അതിനു വേണ്ടിയാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം ഈ വിനീതൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ വിഷയം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാവങ്ങളെ മാറോട് ചേർത്ത പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുഞ്ഞുങ്ങളെ, അവശരെ, സ്ത്രീജനങ്ങളെ, ആലംബഹീനരെ, തൊഴിലാളികളെ, മനുഷ്യത്വത്തെ അങ്ങേയറ്റം ഉയർത്താൻ വന്ന അല്ലാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിൽ വന്നിട്ട് എന്ത് കിട്ടി എന്നാലോചിക്കുമ്പോൾ സലാത്തിന്റെ ഭാണ്ഡം കിട്ടി, സലാത്തിന്റെ പൊന്ന് കിട്ടി, സലാത്തിന്റെ പവിഴം കിട്ടി, സലാത്തിന്റെ വൈഡൂര്യം കിട്ടി, സലാത്തിന്റെ ഹാരം കിട്ടി, അനുഗ്രഹങ്ങളുടെ പേമാരി കിട്ടി. ഈ ദുബായ് പട്ടണമാകുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ നടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഈ വിനീതൻ ഈ സദസ്സിനെ സമർപ്പിക്കുന്നു. വീട്ടിലേക്കൊന്ന് പോകാൻ മോഹിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി, അമ്മയുടെ കാൽക്കലണയാൻ തിടുക്കം കാട്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരന് വേണ്ടി, ഉമ്മയുടെ മയ്യത്തിന്റെ കബറടക്കത്തിന് പോലും എത്താൻ കഴിയാതെ ഒരിറ്റ് കണ്ണുനീര് മീസാങ്കല്ലിൽ പോയി വീഴ്ത്താൻ മാസങ്ങൾക്ക് ശേഷം മാത്രം ഗതിയുണ്ടായ പാവപ്പെട്ടവന് വേണ്ടി ഈ സദസ്സിനെ നമുക്ക് സമർപ്പിക്കുക. പിന്നെ ആർക്കെങ്കിലും ഈ സദസ്സിനെ സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ
കോഴിക്കോട്ടെ പാവപ്പെട്ട പെൺകുട്ടിക്ക് സമർപ്പിക്കുക, ബിലാത്തിക്കുളത്തെ പാവപ്പെട്ട പെൺകുട്ടിക്ക്. അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും മർദ്ദനമേറ്റ് മരിച്ചുപോയ പാവപ്പെട്ട പെൺകൊടി നിനക്ക് വേണ്ടി സദസ്സിനെ സമർപ്പിക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ 15 ദിവസം മുമ്പ് കഴിച്ച മാമ്പഴത്തിൻ്റെ കഷ്ണം മാത്രമാണ് പൊന്നോമന പൈതലിൻ്റെ വയറ്റിൽ നിന്ന് ഡോക്ടർമാർക്ക് കിട്ടിയത്. 2 ആഴ്ച പട്ടിണിക്കിട്ട് മർദ്ദിച്ചു. ആശുപത്രിയിലെത്തിയിട്ട് ജീവൻ പൊലിഞ്ഞുപോയി. ഈ ലോകത്തിൻ്റെ ശൂന്യത എന്താണ്? പറയൂ. ഈ ലോകത്ത് പണത്തിൻ്റെ കുറവുണ്ടോ? ഇല്ലേ, ഇല്ല. ഈ ലോകത്തിൻ്റെ കുറവ് സ്നേഹത്തിൻ്റെ കുറവാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരുണ്യത്തിൻ്റെ തിരസ്കാരമാണ്. ലോകത്തിന് പറ്റിയ ദാരിദ്ര്യം സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അതേമാതിരി ഒരു ബാപ്പയും ഒരു 2ാം ഉമ്മയും കൂടി ഒരു കുഞ്ഞിനെ കൊല്ലാൻ ആശുപത്രിയിലാക്കി. സമുദായ മൈത്രി പൂർണ്ണമായി. പാവങ്ങൾക്ക് വേണ്ടി ഉണരുന്ന ഒരു ഹൃദയമുണ്ടാകണം. കുഞ്ഞുമക്കളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത വിധം അന്ധമായി പോകുന്നതിന് മുമ്പ് ഗലി കോയി അപ്നീന ഷഹർ അപ്ന കോയി, ഗലി കോയി അപ്നീന ഷഹർ അപ്ന കോയി, കഹാ ദിൻ ബിതാത്തെ കഹാ രാത് കർത്തെ. വലിയ വലിയ പട്ടണങ്ങളിൽ വന്നു നിൽക്കുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകാതിരിക്കാൻ ശ്രമിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കണ്ണഞ്ചിപ്പിക്കുന്ന സംസ്കാരങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ വിശുദ്ധി മറക്കാതിരിക്കണം. നമ്മുടെ നാടിൻ്റെ പെരുമ മറക്കാതിരിക്കണം. ഭാരത മഹാരാജ്യത്തിൻ്റെ പെരുമ, കേരളത്തിൻ്റെ പെരുമ, അതൊക്കെ മറക്കാതിരിക്കാൻ എപ്പോഴും ഉള്ളിലൊരു ജാഗ്രത വേണം. വൻകിട പട്ടണങ്ങൾ, വൻകിട തെരുവുകൾ, വലിയ വലിയ വാഹനങ്ങളുടെ വ്യൂഹങ്ങൾ, അതിനിടയിൽ ചവിട്ടിഞ്ഞെരിക്കപ്പെടുന്ന പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങൾ. മകളെ കെട്ടിച്ചയക്കാൻ ഗൾഫിലേക്ക് ലോഞ്ചിൽ കയറി വന്ന പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ കുതൂഹലങ്ങൾ, അവൻ്റെ കൗതുകങ്ങൾ, അവൻ്റെ മോഹങ്ങൾ. ഗലി കോയി അപ്നീന ഷഹർ അപ്ന കോയി, കഹാ ദിൻ ബിതാത്തെ കഹാ രാത് കർത്തെ, ഗലി കോയി അപ്നീന. ഒരു തെരുവും എൻ്റേതല്ല. ഷഹർ അപ്ന കോയി, ഒരു പട്ടണവും എനിക്കായിട്ടില്ല. കഹാ ദിൻ ബിതാത്തെ കഹാ രാത് കർത്തെ. എവിടെയാണ് ഞാൻ എൻ്റെ പകൽ ചെലവഴിക്കുക? എവിടെയാണ് ഞാൻ എൻ്റെ രാത്രി കഴിച്ചുകൂട്ടുക? मसाइल थे कुछ इस कदर जिंदगी के, कभी जख्म भी गिन नहीं पाई अपने, तमन्ना थी अपने से मिलते किसी दिन, कभी खुद से दो घड़ी बात करते. ജീവിതത്തിൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. എനിക്കത് എണ്ണി തീർക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എണ്ണി തീർക്കാൻ കഴിയാത്ത പാവപ്പെട്ടവനെ കൂടെ കൂട്ടാനുള്ള ജീവകാരുണ്യമുണ്ടാകണം. മസായിൽ തെ കുച്ച് ഇസ് ഖദർ ജിന്ദഗി കെ, കബി സഖ്മ ഭീ ഗിൻ നഹീ പായി അപ്നെ. എൻ്റെ മുറിവുകൾ എണ്ണാൻ പോലും എനിക്ക് കഴിയാത്ത വിധം ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. तमन्ना थी अपनी से मिलते किसी दिन, कभी खुद से दो घड़ी बात करते. എനിക്കൊരു മോഹമുണ്ടായിരുന്നു. പാവപ്പെട്ടവൻ പറയുകയാണ്, ആലംബഹീനന്റെ വാക്കുകളാണ്. ഒരു 2 നിമിഷം എന്നോട് തന്നെ സംസാരിക്കണമെന്ന് ഞാൻ മോഹിച്ചുപോയി. സ്വന്തത്തോട് പോലും സംസാരിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന പാവങ്ങൾക്ക് വേണ്ടി കഹാ ജാകെ ഹം കാട്ടത്തെ ധൂപ് കാ ദിൻ. എവിടെ പോയിട്ടാണ് വെയിലുള്ള ഈ ദിവസം, ഈ ചൂടിൽ നിന്നൊരു രക്ഷ കിട്ടേണ്ടത്? ഞാൻ ഗൾഫിൽ വരുമ്പോഴൊക്കെ കൃഷ്ണനെ ഓർക്കും, എൻ്റെ അയൽവാസിയായ കൃഷ്ണൻ. ഒരു പക്ഷേ എൻ്റെ നാട്ടുകാർ പോലും കൃഷ്ണനെ മറന്നിട്ടുണ്ടാവും. കാരണം ഇതൊരു 10-35 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ നാട്ടിൽ പോലും ഇപ്പോൾ കൃഷ്ണൻ ഓർക്കപ്പെടുന്നുണ്ടോ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ പലപ്പോഴും കൃഷ്ണൻ ഓർക്കാറുണ്ട്. ഗൾഫിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കും. കാരണം കൃഷ്ണൻ ലോഞ്ചിൽ കയറി വന്നു. കൃഷ്ണനെ ഏതോ കടലിലേക്ക് ആരോ തള്ളി. ലോഞ്ചിൽ കയറി വന്നവർ അതാ കാണുന്നു കര എന്ന് പറഞ്ഞു. കര അതാ കാണുന്നു.
സൗഭാഗ്യത്തിൻ്റെ തീരം. പേർഷ്യ എന്നാണ് അന്ന് പറയാം. പേർഷ്യയിലേക്ക് പോവുക, സ്വർഗതീരം, സ്വപ്ന തീരം. നീന്തിക്കോ എന്ന് പറഞ്ഞു. എല്ലാവരും നീന്തി. കൃഷ്ണൻ ഏതോ വൻ സ്രാവിൻ്റെ വയറ്റിൽപ്പെട്ടോ അതോ കടലിലെ തിരമാല വിഴുങ്ങിയോ, കൃഷ്ണനെക്കുറിച്ച് ആരും പിന്നെ ഒന്നും കേട്ടില്ല. കൃഷ്ണൻ അതോടെ കടലിൽ അവസാനിച്ചു. उठाए हुए बोझ सा दिल पे कोई भटकते रहे शहर की भीड़ में हम. उठाए हुए बोझ सा दिल पे कोई. കനം തൂങ്ങുന്ന ഹൃദയത്തിൽ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ഞാൻ ഈ തെരുവുകളിലൂടെ നടന്നുപോയി. വൻകിട പട്ടണങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഈ സദസ്സിനെ നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. വൻകിട പട്ടണങ്ങളിൽ ഞെരിഞ്ഞമരുന്ന പാവങ്ങളുടെ ജീവിതത്തിന് വേണ്ടി. ഞാൻ വലിയൊരു വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ കദീന പൊട്ടിക്കുന്നവർക്ക് ഞാൻ ഈ പറയണത് മനസ്സിലാവില്ല. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കുന്നവർക്കും ഞാൻ ഈ പറയണത് മനസ്സിലാവില്ല. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഇത്രയും കാലം കേട്ടുകേൾവിയില്ലാത്ത വിധം വിവാഹത്തിൽ കൂടാൻ വന്നവരുടെ മീതേക്ക് പൊടി വിതറുന്ന പുതിയ ആഭാസന്മാർക്ക് ഇത് മനസ്സിലായി എന്ന് വരില്ല. ഉഠായേ ഹുവേ ബോജ് സാ ദിൽ പെ കോയി. കനം തൂങ്ങുന്ന ഹൃദയത്തിൽ ഭാരം വഹിച്ചുകൊണ്ട് ഭട്ടക്തേ രഹേ ശഹർ കി ഭീഡ് മേ ഹം. പട്ടണത്തിൻ്റെ ആൾക്കൂട്ടത്തിലൂടെ ഞാൻ അലഞ്ഞുപോയി, എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരം തൂങ്ങിക്കൊണ്ട്. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വന്നത്, ഈ ദുബായിൽ വന്നത്, ഞാൻ പ്രസംഗമൊക്കെ തുടങ്ങി ഒരുപാട് കാലം കഴിഞ്ഞ് ഷെയ്ഖ് ഹസറജി, ഈ നാടിൻ്റെ മന്ത്രി, എൻ്റെ നാട്ടിലെ കോട്ടക്കൽ വന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഈ നാട്ടിലേക്ക് ആദ്യം വരുന്നത്. ഞാൻ ഈ നാട്ടിലേക്ക് ആദ്യം വരുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക അതിഥിയായിട്ടാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഷെയ്ഖ് ഹസറജിയോടൊപ്പം കോട്ടക്കല റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, ഷെയ്ഖ്, ഈ കെട്ടിടങ്ങളൊക്കെ നിങ്ങളുടെ നാടിൻ്റെ ഔദാര്യമാണ്. കോട്ടക്കലങ്ങാടിയിലെ ഊതുകട, കോട്ടക്കലങ്ങാടിയിലെ സുഗന്ധദ്രവ്യങ്ങൾ. ഞങ്ങളുടെ കോട്ടക്കലങ്ങാടിയിൽ ഇത്രയേറെ ഊത് വിൽക്കേണ്ട കാര്യമെന്തിരിക്കണു? അത് ചികിത്സക്ക് വരുന്ന അറബ് സഹോദരങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് തുറക്കപ്പെട്ട കടകളാണ്. അറബ് സമൂഹം അവരുടെ മടിശീലയിൽ നിന്ന് ഇഷ്ടം പോലെ മലയാളി സമൂഹത്തിന് വാരി കോരിക്കൊടുത്തു. അറബികൾ ലോകത്തെ ഏറ്റവും ഉദാരമതികളാണ്. അവരെ കഴിഞ്ഞിട്ടുള്ള ലോകത്താരും, അത് പറയാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമില്ല. ലോകത്തെ ഏറ്റവും ലിബറലായിട്ടുള്ള ജനം അത് അറബ് കമ്മ്യൂണിറ്റിയാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ വിരുന്നൂട്ടുന്ന ജനം അറബികളാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് അറബികളാണ്. ലോകത്തെ ഏറ്റവും ഒരാളെ കണ്ടുമുട്ടിയാൽ ഏറ്റവും കൂടുതൽ സ്നേഹാന്വേഷണം നടത്തുന്നത് അറബികളാണ്. യഹാ കോൻ അപ്നാ താ അപ്നെ അലാവാ സഫർ കിസ്സേ ഇസ്ഹാറെ ഹാലാത്ത് കർത്തെ. അതുകൊണ്ട് ആഭാസങ്ങൾ തിങ്ങി നിറയുന്ന ഒരു ലോകത്ത് നന്മയുടെ സാക്ഷാത്കാരമാകണം. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഹൗ ആർ യു? ഇംഗ്ലീഷുകാരൻ, ഹൗ ആർ യു? ഫൈൻ, നൈസ്. ഹൗ ഈസ് യുവർ ഹെൽത്ത്? ഹൗ ഈസ് യുവർ ഫാമിലി? ഇതിനൊക്കെ സമയമില്ലാത്ത സമൂഹം നശിക്കും. ഇതിനൊന്നും സമയമില്ലാത്ത ഒരു സമൂഹത്തിനും ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യന് തിരക്ക് വർദ്ധിച്ച് ബിസിയായി പോയി. അതിൻ്റെ കാരണത്താൽ സ്നേഹാന്വേഷണങ്ങൾക്ക് പോലും സമയം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ സമയമില്ല. വീട്ടിൽ വന്നാൽ കുഞ്ഞുങ്ങളെ കാണാൻ നേരമില്ല, കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നേരമില്ല. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന വിഭാഗം ഏതാണെന്നറിയോ? ഓമന മക്കളാണ്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ല, മാതാവിൻ്റെ കോന്തല പിടിച്ച് കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതാണ് കുട്ടിക്ക് വേണ്ടത്. നിങ്ങളുടെ ഡിഗ്രിയൊക്കെ പിന്നെ, ഉമ്മാൻ്റെ കോന്തല പിടിച്ച് കരയാൻ സ്വാതന്ത്ര്യം, അമ്മയുടെ മടിത്തട്ടിൽ വിശ്രമിക്കാൻ സ്വാതന്ത്ര്യം. ഞാൻ എൻ്റെ ഉമ്മയോടുള്ള സ്നേഹത്തിന് വേണ്ടി 6ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയിട്ടൊരു കൊല്ലം കളഞ്ഞവനാണ്. എനിക്ക് ഖേദമില്ല, എൻ്റെ ജീവിതം പൂത്ത വർഷമാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ പാതാരവിന്ദങ്ങളെക്കാൾ ഈ ലോകത്ത് മറ്റൊരു സുഹൃതമില്ലെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിത മൂല്യങ്ങളിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ ഒരുപാട് ദുഃഖിതർ നമുക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ
വൻകിട പട്ടണങ്ങളുടെ വൻകിട കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന ജീവിതങ്ങൾ കാണാൻ സാധിക്കണം. സഫർ ഗോരഖ്പുരിയുടെ കവിതയാണിത്. ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്. സഫർ പറയാണ്, യഹാ കോൻ അപ്നാ താ അപ്നെ അലാവ, ആരാണ് നമുക്ക് ഈ ലോകത്തുള്ളത്? നമ്മൾ തന്നെയല്ലാതെ, ഞാനല്ലാതെ ആരാണ് എനിക്ക് വേറെ ഒരു സഹായി ഉള്ളത്? യഹാ കോൻ അപ്നാ താ അപ്നെ അലാവ ജഫർ കിസ്സേ ഇസ്ഹാറേ ഹാലാത്ത് കർത്തെ. ആരോടാണ് എൻ്റെ യഥാർത്ഥമായ അവസ്ഥയൊന്ന് വിവരിക്കുക? ഇങ്ങനെ നിരാശയിലേക്ക് കടന്നു പോകുന്നതിനു മുമ്പ് ആശയുടെ ഒരു ദീപം ഹൃദയത്തിൽ കത്തിച്ചു വെക്കണം. പ്രകാശത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ കഴിയണം. പ്രകാശത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ ഒരേ ഒരു വഴി, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രതീക്ഷയുടെ കാര്യത്തിൽ, സഹായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികൾ മാത്രമേ ദൈവസഹായത്തിന്റെ കാര്യത്തിൽ നിരാശയിലകപ്പെടുകയുള്ളൂ. ദൈവം സഹായിക്കാനുണ്ട് എന്നുള്ള വിശ്വാസം. ഒരു രാത്രിക്ക് ശേഷം ഒരു സൂര്യോദയം ഉണ്ടാവും എന്ന വിശ്വാസം. ഏത് രാത്രിയുടെയും ഗർഭത്തിൽ നിന്നാണ് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത്. ഒരു പാതിരാത്രിയുടെ ഗർഭത്തിൽ നിന്ന് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു. അത് ദൈവഹിതമാണ്. ആ ദൈവത്തിൻ്റെ ഹിതത്തിൽ വിശ്വസിക്കാൻ സാധിക്കണം. തെരേ മഖാമുക അഞ്ചും ഷനാസ് ക്യാ ജാനെ, നിന്റെ അവസ്ഥയെപ്പറ്റി ജ്യോത്സ്യൻ എന്തറിയാം? കണക്ക് കൂട്ടുന്ന, കവിടി നിരത്തുന്ന ജ്യോത്സ്യൻ അഞ്ചും ഷനാസ്. ഹസ്രത്ത് അല്ലാമ ഇഖ്ബാൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജ്യോത്സ്യന് നിന്റെ വിധി കണക്കാക്കാനോ നിന്നെപ്പറ്റി പറയാനോ കഴിയില്ല. കവിടി നിരത്തിയിട്ട് കണക്കാക്കേണ്ടതല്ല നീ അതിനേക്കാളൊക്കെ ഉയരത്തിലാണ്. നീ ജീവനുള്ള മണ്ണാണ്, നക്ഷത്രങ്ങളെ പിൻപറ്റുന്നവനല്ല, നക്ഷത്രങ്ങളുടെ പിന്നാലെ പോകുന്നവനല്ല. നീ കണക്ക് നോക്കുന്നവന്റെ അടുത്ത് പോയാൽ 40 ദിവസത്തെ പുണ്യകർമ്മങ്ങൾ പാഴായി പോകുമെന്നാണ് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി. അതൊരു മതവിശ്വാസം മാത്രമല്ല, അതിൽ വലിയൊരു ഫിലോസഫി ഉണ്ട്. അത് വലിയൊരു ഫിലോസഫിയാണ്. ജീവിതത്തിൻ്റെ ഭാവി കണക്കാക്കാൻ വേണ്ടി അവിടെ ഓടി ഇവിടെ ഓടി, അത് കർമ്മശീലനായിട്ടുള്ള കഠിനാധ്വാനിയായിട്ടുള്ള മനുഷ്യപുത്രന് ചേർന്നതല്ല. നക്ഷത്രം നോക്കിയിട്ട് ജ്യോത്സ്യം കണക്കാക്കുന്നവന് നിന്റെ സ്ഥിതിയെപ്പറ്റി, നിന്റെ പദവിയെപ്പറ്റി എന്ത് മനസ്സിലാക്കാൻ കഴിയും? നീ ജീവനുള്ള മണ്ണാണ്, മനുഷ്യൻ ജീവനുള്ള മണ്ണാണ്. താബേ സിതാരാ നഹി, നക്ഷത്രങ്ങളെ പിൻപറ്റുന്നവനല്ല. മുസീബത്തോं का असर क्या हो हक परस्तों पर, സത്യത്തെ കാക്ഷിക്കുന്നവരുടെ കാര്യത്തിൽ ഒരു മുസീബത്തും ബാധിക്കുകയില്ല. അധികാരത്തിന്റെ പകയാണെന്ന് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. കിടമത്സരങ്ങളാണ്, വൈരമാണ്, വിദ്വേഷമാണ്. മനുഷ്യബന്ധങ്ങളിൽ വലിയ തകർച്ച വന്നിരിക്കുന്നു. മനുഷ്യന്റെ മൂല്യബോധത്തിന് വലിയ ഇടിവ് പറ്റിയിരിക്കുന്നു. എല്ലാ രംഗത്തും, വ്യക്തിരംഗത്ത്, കുടുംബരംഗത്ത്, സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ പരസ്പര വിശ്വാസം ഇല്ലാതായി. അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേരെ പരസ്പരം സഹകരിച്ച് പോകാൻ വയ്യാതായി. ജൂലിയസ് സീസറെ കുറിച്ച് ഷേക്സ്പിയർ എഴുതിയ പ്രസിദ്ധമായ ഡ്രാമ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സുവർണ അധ്യായമാണ് ഷേക്സ്പിയർ ജൂലിയസ് സീസറെ കുറിച്ച് എഴുതിയിട്ടുള്ള നാടകം. ആ നാടകത്തിലെ ചില ഡയലോഗുകൾ ഓർക്കും. ഇന്നത്തെ രാഷ്ട്രീയം കണ്ടാൽ ഒരാൾക്കും മറ്റൊരാളെ വിശ്വാസമില്ല. ബിവെയർ ഓഫ് ബ്രൂട്ടസ്, ബ്രൂട്ടസിനെ സൂക്ഷിക്കണം. ടേക്ക് ഹീഡ് ഓഫ് കാഷ്യസ്, കാഷ്യസിനെ ശ്രദ്ധിക്കണം. കം നോട്ട് നിയർ കാസ്ക, കാസ്കയുടെ അടുത്ത് പോലും പോകരുത്. ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ ഗ്രീക്ക് നഗരരാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ. ഹാവ് ആൻ ഐ ടു സിന, അയാളുടെ മേലും കണ്ണ് വെക്കണം. ട്രസ്റ്റ് നോട്ട് ട്രിബ്യൂണസ്, ട്രിബ്യൂണസിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു 5-10 ആളെ പേര് പറഞ്ഞിട്ട് പറയണത് മുഴുവനും പരസ്പര വിരോധത്തിൻ്റെ കാര്യങ്ങൾ. മാർക്ക് വെൽ മെറ്റില്ലസ്, അയാളെയും പ്രത്യേകം ഒന്ന് കണക്കിലെടുത്ത് വെക്കണം. ബ്രൂട്ടസ് ലവ് thee not, ബ്രൂട്ടസ് നിന്നെ സ്നേഹിക്കുന്നില്ല. thou has wronged Cassius, നീ കാഷ്യസിനോട് അനീതി ചെയ്തിരിക്കുന്നു, അന്യായവും തെറ്റും പ്രവർത്തിച്ചിരിക്കുന്നു. there is but one mind in all, ഈ പറയപ്പെട്ടവർക്കൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ. it is bent against Caesar, ഇവരെല്ലാവരും കൂടി സീസറിനെതിരെ അണിചേർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ ഉപജാപങ്ങൾ, മാന്യതയുടെ അതിർവരമ്പുകൾ അതിലംഘിക്കപ്പെടുന്ന
ദുരന്തങ്ങൾ. ജീവിതത്തിൻ്റെ ഏത് രംഗത്തേക്ക് നോക്കിയാലും ഒരു മൂല്യബോധം കുറഞ്ഞു പോകുന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമെന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമുക്ക് നമ്മുടെ മൂല്യബോധത്തെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ, വിധാനങ്ങളിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തെളിയുമ്പോൾ, മാനുഷിക ബന്ധങ്ങൾ ക്ഷീണിക്കുമ്പോൾ, ഉപഭോഗ സംസ്കാരം ലോകത്തങ്ങോളം ഇങ്ങോളം ഏറ്റവും വലിയ വിപത്തുകൾ സൃഷ്ടിക്കുമ്പോൾ, ആർത്തികൾ വർദ്ധിച്ചു വന്ന് മനുഷ്യന്റെ പരിസരം മലിനമാകുമ്പോൾ, വംശവെറിയുടെയും വർഗീയ വിരോധത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മധ്യേ മനുഷ്യന്റെ ഐക്യം തകരുമ്പോൾ, മനുഷ്യത്വവും മനുഷ്യ സമത്വവും കടങ്കഥകളായിട്ട് മാറുമ്പോൾ നാം നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം. അറബികളോടുള്ള ബന്ധം പോലെ ഇന്ത്യക്ക് ഇത്ര ശക്തമായ, ഇത്ര പൗരാണികമായ ബന്ധം ലോകത്തൊരു ജനതയോടുമില്ല. ഇന്ത്യയിലേക്ക് വന്ന എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടും ഇന്ത്യക്കാർ ഏറ്റുമുട്ടിയിട്ടുണ്ട്, അറബികളൊഴികെ. അത് വല്ലാത്തൊരു ചരിത്രമാണ്. ഇന്ത്യയിലേക്ക് ഗ്രീക്കുകാർ വന്നു, ഇന്ത്യക്കാർ അവരുമായി യുദ്ധം ചെയ്തു. ഇന്ത്യയിലേക്ക് മംഗോളിയന്മാർ വന്നു, ഇന്ത്യക്കാർ അവരുമായിട്ട് യുദ്ധം ചെയ്തു. ഇന്ത്യയിലേക്ക് പേർഷ്യക്കാർ വന്നു, അലക്സാണ്ടർ വന്നു, ഇന്ത്യക്കാർ അവരുമായിട്ട് യുദ്ധം ചെയ്തു. കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വന്നു, കോഴിക്കോട്ടെ കടൽ തീരം ചെഞ്ചായമണിഞ്ഞു. സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും മാത്രമല്ല, കേരള ജനത മുഴുവൻ പറങ്കികൾക്കെതിരെ പടയൊരുക്കം നടത്തി. ഡച്ചുകാർ വന്നു, അവരോട് യുദ്ധം ചെയ്തു. ഫ്രഞ്ചുകാർ